മംഗലൂരുവിൽ ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മംഗലൂരു കമ്മീഷണറേറ്റ് പരിധിയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നു. കൊലപാതകത്തിന് പിന്നാലെ മംഗളൂരുവിൽ പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, 6-ാം തീയതി വരെ നിരോധനാജ്ഞ തുടരുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. ഇപ്പോൾ അതിനു പിന്നാലെ ഈ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്ത് പോലും അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളത് കൂടി ആശങ്കാജനകമാണല്ലേ? മംഗളൂരുവിൽ ബജ്രംഗ് പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. 6-ാം തീയതി രാവിലെ 6 മണി വരെയാണ് നിരോധനാജ്ഞ ഉണ്ടാവുക. ഇന്നലെ ബജ്രംഗ് ദൾ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വ്യാപകമായി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാഹനങ്ങൾ ഇന്നലെ ഓടിയില്ല. അതുപോലെ മംഗളൂരു നഗര പരിധിയിൽ കച്ചവട സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. വ്യത്യസ്തമായ 3 സംഭവങ്ങളിൽ 3 പേർക്ക് ഇന്നലെ ആക്രമണം നേരിടേണ്ടി വന്നു. മത്സ്യത്തൊഴിലാളിയായ യുവാവിനും അതോടൊപ്പം കച്ചവടത്തിന് പോകുന്നുണ്ടായിരുന്നവർക്കും ഓട്ടോ ഡ്രൈവറിനുമാണ് ഇങ്ങനെ 3 പേർക്ക് ആക്രമണം നേരിടേണ്ടി വന്നത്. ഇതിൽ പോലീസ് കർശനമായ നടപടി തുടരും എന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ സുഹാസ് ഷെട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സൂചനകൾ, പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ പിടികൂടാനാവും എന്നാണ് പോലീസ് പറയുന്നത്. വ്യത്യസ്തമായ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് സുഹാസ് ഷെട്ടിയുടെ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം ആ പ്രദേശങ്ങളിൽ അക്രമ സംഭവങ്ങൾ, നേരത്തെ ക്രിമിനൽ സ്വഭാവ പശ്ചാത്തലമുള്ള ആളാണ്, അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഉടൻ തന്നെ പ്രതികളെ പിടികൂടാനാവും എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിന് ഇന്ന് രാവിലെ മുതൽ ഒരു അയവ് വന്നിട്ടുണ്ട്. സാധാരണ ബസ്സുകൾക്കും അതോടൊപ്പം മറ്റു വാഹനങ്ങൾക്കുമൊക്കെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിരോധനാജ്ഞ 6-ാം തീയതി വരെ, 6-ാം തീയതി പുലർച്ചെ 6 മണി വരെയാണ് നിരോധനാജ്ഞയുള്ളത്. വലിയ പോലീസ് സന്നാഹം എല്ലാ ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വാഹനങ്ങൾക്ക് പോകാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നില്ല. ഇന്നലെ ഓട്ടോറിക്ഷയും അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളെയും ഒക്കെ തടഞ്ഞ് ഗതാഗതം തടസ്സമുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെയാണ് ബജ്രംഗ് ദൾ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവട സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. മംഗളൂരു കേന്ദ്രീകരിച്ച പ്രദേശങ്ങളിലാണ് ഇത്തരം ഒരു സംഘർഷ സാധ്യതകൾ ഉണ്ടായിരുന്നത്. ആ ഭാഗങ്ങളിലൊക്കെയും വലിയ രൂപത്തിലുള്ള പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അക്രമ സംഭവങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഒരു സാധാരണ പോലെയാണ് മംഗളൂരു പ്രവർത്തിക്കുന്നത്. ശരി, ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.